ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സി പി സുറൂസ് വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് പാലച്ചീരയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു തോരനുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. ഇതാണ് പാലച്ചീര. ഇത് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇതിനി ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഈ പാലച്ചീരയും ഉരുളക്കിഴങ്ങും വെച്ചാണ് ഇന്നത്തെ റെസിപ്പി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായി ആദ്യം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തെടുത്തിരുന്നു. അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ഒരു 1/4 കപ്പ് വെള്ളം മതി. അത് വേവിച്ചെടുത്ത് കൊണ്ടുവരാം. പിന്നീട് ഒരു കടായി സ്റ്റൗ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ്. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളിയാണ്, ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. പിന്നീട് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുള്ളതാണ്. എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം, ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ്. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിവിടെ വഴന്ന് വരുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊന്ന് മാറി വരണം. അതിനുശേഷം ഇതിലേക്ക് പാലച്ചീര, അത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ഈ പാലച്ചീര എന്നത് കൂടുതൽ അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഇലച്ചെടിയാണ്. പിന്നീട് ഇതിലേക്ക് ഒരു ചീരക്കി വെച്ച ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഉപ്പ് മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ. അതിനിടെ ഉപ്പ് നോക്കിയിരുന്നു. കുറച്ച് ഉപ്പ് കുറവുണ്ട്. 1/2 ടീസ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുക്കാം. മൊത്തത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഇത് കസൂരി മേത്തിയാണ്, ഡ്രൈ ലീഫാണ്, ഉലുവ ചെടിയുടെ ഡ്രൈ ലീഫാണ്. ഇത് ഇട്ടാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല ഫ്ലേവറും ഉണ്ടാവുന്നതാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പൊട്ടറ്റോയും പാലച്ചീരയും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ പാലച്ചീരയും പൊട്ടറ്റോയും വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.